നികി എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ കളർ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്ത് നല്ല കളർ ഉണ്ടായതാ. നിന്നിട്ടല്ലേ ഈ മഞ്ഞ കളർ അടിച്ച് നശിപ്പിച്ചത്. ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അതെ രസൂല്ലേ? ഇത് പോരെ? ഈ കളറല്ലേ നല്ലത്? പച്ചനെക്കാട്ട് ഇതല്ലേ നല്ലേ? എന്താണ് വിളിച്ചു പോവാ ടോപ്പൊക്കെ എന്തെങ്കിലും കിട്ടലുണ്ടോന്ന്. ഭയങ്കരമായി പോയി. എന്നിട്ട് നീ ഇല്ലാണ്ട് നമ്മ ജീവിച്ചിട്ടില്ലല്ലോ. എല്ലാ ഭാര്യമാർക്കും ഒരു ചിന്തയുണ്ട്. എന്തെന്ന്, നിങ്ങളില്ലാണ്ട് ഭർത്താക്കന്മാർക്ക് ഒരു സംഭവം നടക്കൂല, വീട്ടിലൊരു കാര്യം നടക്കൂലെന്ന്. എന്തേ നിങ്ങളില്ലാണ്ട്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കുമ്പോ നമ്മ ജീവിച്ചിരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങളെല്ലാവരുടെ ചിന്താഗതിയാണിത്. ആ പിന്നെ ഭയങ്കരമായി പോയി ഗൈസ്. ഭയങ്കര നമുക്ക് നിങ്ങളില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടാ. അതെല്ലാം വെറുതെ. അമ്മ എന്താ പറയുന്ന കാര്യത്തില്? ആ കാര്യത്തില് ഞാൻ 100% നിങ്ങളുടെ കൂടെ. എന്താ അങ്ങനെയാണ്? അപ്പൊ ഞാൻ ഈ നികി ഇല്ലാണ്ടിരിക്കണ മുമ്പ് ഞാൻ എന്ത് ബുദ്ധിമുട്ടാക്കിയത്? അത് പറ ഇവർക്ക് ഞാൻ എന്ത് കാര്യത്തിന് അമ്മേ അത് നികി ഇത് ചോദിക്കാനിരുന്നിട്ടില്ലല്ലോ. ഇപ്പൊ അവിടെ പണിയെടുക്കുന്ന ഏട്ടൻ വിളിച്ചിട്ട് പറയുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ വിളിക്കും, അമ്മേ സ്ക്രൂ ഡ്രൈവർ എവിടെ? അത് നിങ്ങളെടുത്ത് വെക്കണോണ്ടല്ലേ നമ്മുടെ തെറ്റാത്. സ്ക്രൂ ഡ്രൈവറെല്ലാം നിങ്ങൾ കൊണ്ടുവെക്കൂ. ഗൈസ് ഇവിടെ വൃത്തികേടാണ് അടുക്കള എന്നൊക്കെ ആരോ പറഞ്ഞ്. നമുക്ക് വേറെ നിവൃത്തിയില്ല ഗൈസ്. നമ്മ പരമാവധി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഉടുക്കുന്ന തുണികളൊക്കെയാണ്. ഇത് വേറെ വഴിയില്ല നമുക്കിടാൻ. പിന്നെ ഇതിപ്പോ ഇവര് ബെഡ്ഷീറ്റ് അലക്കാൻ കൊണ്ടിട്ടതാണ്. ഇതെല്ലാം എടുത്ത് മാറ്റും. നമുക്ക് ബാക്കിൽ പെരുമാറേണ്ട സ്ഥലം ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് ആണ്, നമുക്ക് കളയാൻ കഴിയില്ല, കുടിവെള്ളമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെ. അപ്പൊ ഞാനേ ഇപ്പൊ ഇത് എടുത്തെന്നറിയാം, വേറൊരു സംഭവം കാണിക്കാനാ. എടി ആർക്ക് വേണ്ടിട്ട് അടിക്കുന്നത്? കാക്കാല കണ്ണമ്മ കൺവിണിച്ച് പാറമ്മ മുന്തിരിവള്ളികളിൽ ഹിന്ദിക്കാരൻ അത്ര മോശ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഞാൻ ഹിന്ദിക്കാരൻ മോശമായിട്ടൊന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ബലൂൺ വെക്കാൻ വരുന്ന രാജസ്ഥാനി പെൺകുട്ടികളുണ്ട്, അവരിടുന്ന ടൈപ്പ് ചുരിദാറാണ് അതെന്ന് ഞാൻ പറഞ്ഞതിന്. ഞാനിപ്പൊ അതല്ല വന്നേ. ഞാൻ ഇത് നിന്നോട് സംസാരിക്കാനല്ല വന്നത്. ഞാനൊരു സംഭവം എല്ലാരും കാണിച്ചു തരാനാണ്. ബാ എല്ലാരും കാണിച്ചു തരാം. ബാ വേറൊരു മഹാസംഭവം നടപ്പുണ്ട് ഇവിടെ. മഹാസംഭവം എന്ന് പറയാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. നമ്മുടെ ഈ സംഭവം കണ്ട നിങ്ങള്? ഹായ് ഏട്ടാ, നമസ്കാരം ഉണ്ട്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പച്ച കളർ ഇവിടെ എവിടെയും മാച്ച് ആവാത്തൊരു സംഭവം നിങ്ങൾ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഈ ഒരു പച്ച കളർ ഇങ്ങനെ നിപ്പുണ്ട്. ഒരധികപ്പറ്റാണ്. എവിടെ അതൊരു മാച്ചില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മളൊരു മഞ്ഞ ഇതിനുള്ളിലുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഒരു നീല കളറിലെ കർട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ഓരോന്നേരം മാറ്റി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ പച്ച കളറും കൂടി നമുക്ക് ഒന്നങ്ങോട്ട് ചേഞ്ച് ചെയ്യാമെന്ന് മനസ്സിൽ തോന്നിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഇതിനോടൊക്കെ ഒരു മാച്ചിങ് ആവുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചേ. ഇവിടെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മുടെ വുഡിൻ്റെ ആ ഒരു ലെവലിലല്ലേ. അപ്പോൾ ഇതും കൂടി ആ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ പച്ച കളർ മാറി എന്ത് കളർ ആവാൻ പോണേന്ന് ഈ വീഡിയോ തന്നെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ പുള്ളി ഇവിടെ നല്ല സെറ്റാക്കുന്നുണ്ട്. പോളിഷിൻ്റെ പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ അടുത്തൊക്കെ ആണെങ്കിൽ ഇവർ വിളിച്ചാൽ മതി. ഇവർക്ക് തിരക്കാണ്, എന്നാലും പറ്റിയ വരും അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാട്ടോ. ഓക്കെ എടീ എന്താ? പൈസ കൈമാറി കളിക്കാനല്ലേ അവര്. താലം കൈമാറുമ്പോ എങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോര തുപ്പിച്ചത്തേനെന്ന് പറഞ്ഞു. ഇവർക്ക് കുറിയെല്ലാം ഉണ്ട് ഗൈസ്. കസിൻ സംഘം കുറി അല്ലേ. ന്യൂസ് പേപ്പർ ഉണ്ട് ഇഷ്ടം പോലെ. പോയിക്കോ. എന്തോ 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 അച്ഛൻ വിളിക്കൂല.
ഈ സംഭവം ഉണ്ടല്ലോ ഇതിപ്പോ ഒരു സ്വിച്ച് ബോർഡാണ് നമ്മളെ ഇത് ഞങ്ങളുടെ ആണുങ്ങളുടെ തെറ്റാ ഇത് നോക്കി ഞങ്ങളെ തെറ്റി അത് സൂക്ഷിച്ചു വെച്ചത് അമ്മേന്റെ തെറ്റി അമ്മ ചെയ്തത് തെറ്റി ഈ സ്വിച്ച് ബോർഡ് നമ്മള് ഇതിനകത്ത് ഇട്ട് ഈ കവറിനകത്ത് ഇട്ട് ഇത് വേറെ എവിടെയോ കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചാൽ നമ്മളെ ജീവിതത്തിലൊക്കെ കിട്ടുക അപ്പൊ ഇത് കൊണ്ടേ വെച്ച് പിന്നെ നമ്മൾ എന്താക്കണ്ടേ പിന്നെ അപ്പൊ ഇവരോട് ചോദിക്കും നമ്മളെവിടെ പോയി അന്വേഷിക്കും പിന്നെ നിങ്ങളാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ഇത് 100 അടുത്തൊന്ന് മാറ്റേണ്ടി വരും അച്ഛനങ്ങൂല്ല ഇനി എന്താ വേണ്ടത് ആവശ്യമുണ്ട് ഇനിയിപ്പോ ഒന്നല്ല ഇതിപ്പോ പൊടിയൊന്നും അടിക്കാനാണ് ഇതാ ഇതിന്റെ കളറ് പോളിഷിന്റെ കളറ് പിന്നെ അയ്യേ ആടുന്ന അങ്ങനെയൊന്നും ആയിരിക്കൂല മൊത്തം പൊടിയാണ് ഓപ്പന്റെ ഡ്യൂട്ടിന്ന് എന്താന്നറിയാ ഇതാ ഈ പൊടി എന്താക്കല് ബോക്കം വെച്ച് വലിക്കല് ഈ ചെടിയെല്ലാം ഇപ്പൊ വേണ്ടാണ്ടായല്ലേ ഗിവ് അവേ കൊടുത്താലോ ഓപ്പേ ചെടി ഗിവ് അവേ കൊടുത്താലോന്ന് ഞാൻ ഇന്ന് കിടക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് ബിരിയാണി കുടിയല്ലോ ബിരിയാണി എന്നിട്ട് ഒരു ക്ഷീണം അമ്മേ ഒന്നും പോകുന്നില്ലല്ലോ ധരിക്കുന്നില്ലല്ലോ അത് അവിടുന്ന് ഇതായിട്ടുണ്ടാവും അഴിഞ്ഞിട്ടല്ലേ ഉള്ളത് പിന്നെ എങ്ങനെയാണ് അതല്ലേ അതാ അവിടെ അഴിച്ചോക്ക് ഓ എന്റെ അമ്മേ ആ പൊടി തകച്ചു ഇതിലിട്ടല്ലേ പുറത്തോട്ട് പോയി തട്ടുവാ ഇപ്പൊ എല്ലാം വരൂല അതിന്റെ കൂടെ എന്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതിങ്ങോട്ട് വരൂല ഇന്ന് ഇങ്ങനെ ക്യാമറയും പിടിച്ച് ബാക്കിലെ നടക്കാൻ ഏൽപ്പിച്ചതാണോ എന്താ മുത്തുമണി പിന്നെ എങ്ങനെ ഇത് ഇതാവുക ഇടക്ക് വൃത്തിയാക്കണ്ടേ ഞാൻ കൊറേ വൃത്തിയാക്കാത്ത ഞാൻ ഇടക്കിടക്ക് എടുത്ത് വലിക്കലുണ്ട് എന്നൊരു മാസ്ക് കിട്ടോട്ടാ പൊടിയൊന്നും ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് മുട്ടി തന്നെയല്ലേ കൂടുതല് എങ്ങനെ ഇത് ഇതാ അയ്യോ എന്റെ ഓപ്പേ മാസ്ക് അവിടെ വെക്ക നിക്ക് ഞാൻ മാസ്ക് എടുത്തിട്ട് അമ്മേനോട് ചോദിക്കേണ്ടി വരും മാസ്കിന് പിടിച്ചേ നീ എല്ലാ അമ്മേനോടല്ലേ ചോദിക്കല് എന്നാ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മേന്റെ പോയ അമ്മേനോട് ചോദിച്ചിട്ട് വാ ചോദിക്കി ചോദിക്കി അമ്മേ മാസ്ക് ഉണ്ടോ ഞങ്ങ ആണുങ്ങളുടെ ശബ്ദത്തിൽ ചോദിച്ചു ഇവള് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ചോദിച്ചു വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ ആരാ ചോദിച്ചു ഇവളാരാ വലിയ ഇപ്പൊ ആരായി അമ്മ മാസ്ക് ഉണ്ട് അമ്മ കണ്ടില്ല എന്താ പൊടി എന്റെ അല്ല ഒന്ന് പോയി നോക്ക് എന്റെ മോനെ പിന്നെ എങ്ങനെ വലിക്കുക അത് മാസ്ക് ഇല്ല അല്ലേ എന്റെ മോനെ ആ സാധനം ഒന്ന് പൊടി തട്ടാണ്ട് വെച്ചിട്ട് നോക്കിയമ്മ ഞാൻ പകുതി ഇപ്പൊ തട്ടിക്കളഞ്ഞി എന്നാലും നോക്കി നോക്ക് ബാക്കി ഇത് നോക്കിയേ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കാം ഇതിന്റെ ഇതിന്റെ ഉള്ളിലായി നോക്ക് അത് നോക്കിയേ ഉള്ളോട്ട് നോക്കിയേ ഉള്ളി കണ്ടാ അത് മാത്രല്ല അത് നോക്ക് ആ സ്ഥാനത്ത് നോക്ക് ആ ഫിൽറ്റർ നോക്ക് അതിന്റെ ഉള്ളിൽ പുറം ഭാഗം നോക്ക അതിന്റെ കണ്ടരാ ഞാൻ വളഞ്ഞതാണ് മൊത്തം അത് നിക്ക് ഞാൻ പറ്റി മാറി മാസ്ക് ഇട്ട് ഞാനല്ല കേട്ടു മാറി ഇങ്ങോട്ട് മാറടി നല്ലോണം കെട്ടിക്കോ ചെവിടും വായി എല്ലാം മൂട്ടി കെട്ടിക്കോ എന്നാലും വേണ്ടില്ല പൊടി കയറൂല അമ്മ മാറിക്കേ ആ ഗേറ്റ് അടച്ചിട്ടേ ആ ഒരു കാര്യം ചെയ് ഓപ്പേ എല്ലോ ഓപ്പേ അതൊരു കാര്യം ചെയ് വാക്കം വെച്ച് വലിക്ക്
കൈനെ കൊണ്ട് ഇതാക്കല്ലോ അപ്പേ. ഇപ്പൊ തന്നെ അടിക്കാൻ പറ്റൂല. ഇപ്പം കൂടി അടിച്ചു കഴിഞ്ഞിട്ടില്ലേ അതങ്ങെടുത്ത് കഴുക്. ഇവിടെ അടുത്തുനിന്ന് വീഡിയോ എടുക്കുന്ന എന്നെ എന്നിട്ട് എത്ര ആശുപത്രിയിൽ കൊണ്ട് കിടത്തിയത് അസുഖമാക്കിട്ട്. നമുക്ക് അസുഖം വന്നാലും കുഴപ്പമില്ല, വീട്ടിലെ ഭാര്യമാർക്ക് അസുഖം വന്നാലല്ലോ സഹിക്കാൻ കഴിയില്ല. എന്റെ പൊന്നെ എല്ലാണ്ട് ആക്കുന്നുണ്ട് കേട്ടാ. ഇതിനെല്ലാം ഈ വീഡിയോ കാണുന്നവരൊന്ന് പ്രതികരിക്കണം ഇതിനെതിരെ. ഓപ്പൊ ഒരു സ്ത്രീ വിരോധിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാ സ്ത്രീകളും എന്റെ സഹോദരി സഹോദരന്മാരും അമ്മ പെങ്ങന്മാരും എല്ലാമാണ്. അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാതിരിക്കാലില്ല. ഒപ്പൊ ഒരു ഞാൻ പുരുഷ വിരോധിയൊന്നല്ല കേട്ടോ. ആണുങ്ങൾ പണിക്ക് പോകുന്നതും അധ്വാനിക്കുന്നതിനോടും എല്ലാം എനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. അവര് ചെയ്യുന്നത് ഭാര്യമാര് അപ്പൊ വീട്ടിൽ പണിയെടുക്കുന്നതോ എനിക്ക് ഒപ്പന്റെ വർത്താനത്തിൽ അങ്ങനെ തോന്നയില്ലല്ലോ എപ്പോഴും. ഞാൻ പറഞ്ഞത് ഇപ്പൊ നീ അസുഖം വന്നു കഴിയുമ്പോ കാണാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. അതെല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും. ചോദിച്ചു നോക്കി, വീഡിയോ കാണുന്ന എല്ലാ ഭാര്യമാരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചു നോക്കി. നിങ്ങൾ ഭാര്യമാർക്ക് അസുഖം തലവേദനയൊക്കെ എപ്പോഴും വരുമ്പോ ഭർത്താക്കന്മാർക്ക് ഒരു തരം ദേഷ്യം പിടിക്കും. അത് നമുക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തോണ്ടല്ല. അസുഖം കാണുമ്പോ നമുക്ക് എന്തെല്ലോ ആവും മനസ്സിൽ. എല്ലാരും ഇന്ന് ജോലിക്ക് പോകാനുള്ള മൂടൊക്കെ പോകും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയാ തോന്നുന്നു നമുക്ക്. അയ്യോ എന്റെ മോള് വന്നാ, ഇതെന്താ ഇത്ര നേരത്തെ വന്നത്? അല്ല ദുഗു, അച്ഛനോട് പറ എപ്പോഴും അമ്മയല്ലേ വീഡിയോ പിടിക്കല്. ഇന്ന് അല്ല അച്ഛയല്ലേ വീഡിയോ പിടിക്കല്, അമ്മയല്ലേ പണിയെടുക്കലല്ലേ. ഇപ്രാവശ്യം അച്ഛ പണിയെടുക്കട്ടെ, അമ്മ വീഡിയോ എടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടല്ലേ അമ്മ പാത്രം എടുക്കാത്തത്. അത് താനേ തുറന്നു പോകും. ഇതെല്ലാം എടുത്ത് മാറ്റി വെക്ക്, എന്നിട്ട് ബാഗ് കൊട്ട്. കൊള്ളക്കാരനെ പോലെ ഉണ്ട്. മോളെന്താ അപ്പൊ ഡാൻസിനില്ല? ഞാൻ പൊടിയാന്ന് മോളെ. അച്ഛടിഞ്ചിരു എങ്ങനെയുണ്ട്? കളർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാ? ഈ കളറാ മോനെ ഇഷ്ടപ്പെട്ടത്? പൊളിയായിരിക്കൂലേ? ആ മൊത്തം പെയിന്റ് അടിക്കുന്നത് ഇഷ്ടപ്പെട്ടാ? കൊച്ചു രാവിലെ പോയപ്പോ ഒരു കളറ്, വൈകുന്നേരം വന്നപ്പോ ഒരു കളറ്. പക്ഷെ എന്താ ചെയ്യാ അല്ലേ? അച്ഛ മൊത്തം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വിടാ. കണ്ടാ മുകളിലൊക്കെ ഫുൾ പൊടിയായിരുന്നു, ചെല്ലം വൃത്തിയാക്കി. ഇന്ന് അച്ഛ ഫുൾ പണിയെടുത്ത്. അത് ഇവിടെ ഇപ്പൊ പൊടിയെല്ലാം ഉണ്ടോ എന്നിട്ട് തുടക്കാനുണ്ടത്. സ്കെറ്റിനോണം വേറെ റെഡി ആയിക്കോ. എങ്ങനെയുണ്ടമ്മ? കളർ കൊള്ളാല്ലേ? രസമല്ലേ? ഇത് പോരെ? ഈ കളറല്ലേ നല്ലത്? പച്ചനെക്കാട്ട് ഇതല്ലേ അല്ലേ? രസമല്ലേ? മരം പോലെ ഇല്ലേ ശരിക്ക്? എന്ത് അതന്നെ അമ്മേ ഒരു സംശയത്തിന്റെ പുറത്ത് ഞാൻ നോക്കി ഇതന്നെയല്ലേ എന്നുള്ള ഒരു ഡൗട്ടില്. മക്കളെ വേഗം നോക്ക്, പോണ്ടേ? സമയമായി ഗൈസ്, 4:45. നമുക്ക് സ്കേറ്റിങ്ങിന് പോകേണ്ട സമയമായി. ദുഗു മാറ്റിയാ? ബാ പോവാന്നാ. പിന്നെ ദുഗു പോവാ. സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട് ഗൈസ്, വൈകുന്നേരം 5 മണിക്ക്. അങ്ങനെ പോവാൻ വേണ്ടി പോകുന്നു. നോക്കി നമ്മുടെ ബൊഗെയിൻവില്ല പൂക്കാണ്. ഇതില് നല്ലോണം പൂവുണ്ട്, അപ്പുറത്തേല് പൂ കുറവാ. ഇതിലാ ഈ പൂത്തത് പെണ്ണ്. അപ്പോ നമ്മളെന്നാ പിന്നെ സ്കേറ്റിങ്ങിന് പോയിട്ട് വരാം. സ്കേറ്റിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ അന്ന് ഇട്ടതാണ് അല്ലേ? ഇനി നമുക്ക് അത് കാണിക്കണ്ട. നമുക്ക് എന്തായാലും അത് സെറ്റായിട്ട് അതിന്റെ പെയിന്റിങ് എല്ലാം പൂർത്തിയായിട്ട് കാണിക്കാം. ഓക്കെ. ആ മഞ്ഞ കളർ തന്നെ. എന്തേ ബോർന്ന് ലാൽ ഡ്രസ്സും ഉണ്ട് അത്. പിന്നെ മൊത്തത്തിൽ മഞ്ഞ കളർ അടിക്കാം നമുക്ക്. ഇരിക്കട്ടെന്ന്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ സ്കേറ്റിങ്ങിന് വന്നു. ദുഗുവാണ് പോകുന്നത്.
ഇന്ദ്രു ദേ വരുന്നുണ്ട്. ചെറിയൊരു വയറുവേദനയൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ചെറിയൊരു മടിയെല്ലാം ഉണ്ട്. അതെ, ഇന്നലെ തൊട്ട് പുറം വേദനയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്കേറ്റിങ്ങിനാക്കി. ഇനിയിപ്പോൾ നമ്മൾ അന്ന് വീഡിയോ കാണിച്ച പോലെ നമ്മളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഗൈസ് അല്ലേ. അപ്പോൾ ഇന്ദ്രനൊരു വയറുവേദന ഉള്ളതുകൊണ്ട് നടക്കാൻ ഒരു സമാധാനമൊക്കെ എടുത്തു അല്ലേ. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ നിന്ന് എന്നാലും ഒന്ന് നടന്നേക്കളയാന്ന് വിചാരിച്ച് ഗൈസ്. ഇതാ ഇന്ന് അപ്പോൾ ഇത്രയൊക്കെ ആയി കേട്ടോ. നമ്മൾ പോയിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ. ഇത്രയും വരെ അവരിപ്പോൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. കളറൊക്കെ ഏതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇനി നമുക്ക് എങ്ങനെയാവും നോക്കാം. പോയല്ലേ പുള്ളി പണി നാളെ വരാന്ന് പറഞ്ഞല്ലേ. നല്ല രസമില്ലേ കളറ്? നല്ല കളർ അല്ലേ, നല്ല കളറ് അല്ല എന്തിനോ. അപ്പോ ഗൈസ് എന്തായാലും നമ്മള് ഫുഡ് കഴിക്കട്ടെ അല്ലേ. ഭക്ഷണം കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. എന്റെ വാച്ചാണല്ലോ കിട്ടിക്കണ കൊച്ചു കള്ളി. ഞാൻ ഈ വാച്ച് എന്റെ കയ്യിൽ വന്നൊരു കഥയുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലേ അത്. ആദ്യമായിട്ട് എനിക്ക് വാച്ച് എൻ്റെ അച്ചാമ്മ, ഞാൻ ഇന്നലെയും കൂടി അത് ഓർക്കായിരുന്നു. നമുക്ക് നമ്മുടെ എത്രയെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അവര് നമ്മളെ വിട്ട് പോയെങ്കിലും നമുക്ക് ചില ഒരു ഓർമ്മകൾ നമുക്ക് മറക്കാൻ പറ്റില്ല അവരാ. എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് പെൻഷൻ കിട്ടിയാട്ടോ എന്തോ ചെറിയ പൈസ വന്നപ്പോൾ അച്ഛമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മ കൊണ്ടുവന്നിട്ട് പൈസ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞ്. അപ്പൊ എനിക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊതിയാണ്. എനിക്ക് ഇപ്പോഴും വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് കേട്ടാണ് ഞാൻ സ്ഥലത്തോട്ട് ഇറങ്ങൂല. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ വാച്ച് ഉണ്ടാവും കയ്യിൽ. അപ്പോൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് വാച്ച്. അപ്പോൾ അങ്ങനെ ഒരു 7-8 പഠിക്കുമ്പോഴാണ് തോന്നുന്നു അച്ഛാമ്മ ഇതുപോലെ തന്നെ എന്തോ പെൻഷൻ കാശ് എൻ്റെ എവിടെ പോയിട്ട് എന്തോ പൈസ കിട്ടിയപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് എൻ്റെ മോൻ വാച്ച് വാങ്ങിച്ചോ. പിന്നെ എന്നിട്ട് 500 രൂപ അങ്ങനെ എന്താ കൊണ്ട് തന്നെ 300 രൂപ. അന്ന് 300 രൂപ എന്ന് പറഞ്ഞാൽ 20, 22, 23 വർഷം മുമ്പായിരിക്കും ചിലപ്പോൾ. അത്ര 10-24 വർഷം മുമ്പായിരിക്കും ചിലപ്പോൾ. 24 മതിയാ. അപ്പൊ ആ ഒരു സമയത്താണ്. അപ്പൊ അന്ന് 300 രൂപ നല്ല വിലയുണ്ട്. അതുകൊണ്ട് തന്നിട്ട് പറഞ്ഞ് വാച്ച് വാങ്ങിച്ചോ. എൻ്റെ മോൻ്റെ കൈമേൽ ഇനി ഒരിക്കലും വാച്ച് ഒഴിയൂലട്ടാന്ന് പറഞ്ഞു അച്ഛാമ്മ. അച്ഛാമ്മ മരിച്ചിട്ട് ഇനിയിപ്പോൾ 10-22 വർഷമായി അല്ലേ. അപ്പൊ 24 പോരാട്ടോ തന്നിട്ടത്, അതിന് മേലെ ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ വാച്ച് എൻ്റെ കയ്യിൽ നിന്ന് ദിവസമായി ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ നടക്കാത്ത വാച്ചാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ അത് ഉണ്ടാവും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, ഒരു അമ്മമ്മ ഇതുപോലെ കൊച്ചുമോൻ ഇങ്ങനെ എന്തോ ചെറിയ പൈസ എടുത്ത് കൈ കൊടുത്തിട്ട്, വലിയ കൊച്ചുമോനാണ്. ഇതെന്റെ മോൻ വെച്ചോ, പിന്നെ മിഠായി വാങ്ങിച്ചോ. വലിയ മോനാ. നമ്മുടെ അച്ഛമ്മമാർക്ക് അമ്മമാർക്കൊക്കെ ഇല്ലേ, നമ്മളെപ്പോഴും ചെറുതായിരിക്കും. എനിക്ക് പണ്ട് സൈക്കിൾ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വരും. അപ്പൊ എത്രയെന്ന് പറഞ്ഞാലും എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് അത് ഇരുന്ന് കഴിഞ്ഞാലല്ല, എവിടെ നിന്നെങ്കിലും പൈസ എടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുതരും. എന്നിട്ട് പറയും എൻ്റെ മോനെ അതുകൊണ്ട് ടയർ മാറ്റി, അല്ലെങ്കിൽ ആ ട്യൂബ് മാറ്റി, അല്ലെങ്കിൽ സൈക്കിളിന്റെ ബ്രേക്ക് ശരിയാക്കി. അപ്പൊ ഇത് പിന്നെ പറയും, നാളെ പറയും നിനക്ക് ആ പൈസ തന്നില്ല അതൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാലും അതുകൊണ്ട് തരും. തന്ന് അത്ര ഇതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ നമുക്കത് മറക്കാൻ പറ്റില്ല ചില സമയത്ത്. ഇന്നും എൻ്റെ കയ്യിൽ വാച്ച്, ഞാൻ ഏത് വാച്ച് എൻ്റെ കയ്യിൽ എപ്പോ പുതിയത് വാങ്ങിയാലും എൻ്റെ ഉറപ്പാ. അത്രയും ഒരു വല്ലാത്തൊരു ഇതാണത്. എന്ത് പറഞ്ഞാലും മറക്കാൻ പറ്റില്ല. ചില നിങ്ങൾക്ക് ഉണ്ടാവില്ല അങ്ങനെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. തല്ലുകൊടുത്തൊക്കെ ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ അച്ഛാമ്മ എപ്പോഴും നമ്മൾ ചീത്ത പറയാതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് വാച്ചിന്റെ കാര്യം പറയുമ്പോ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ദിവസം വെച്ച് വാച്ചുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്റെ മോളിതേ അങ്ങനെ നല്ല ഓറഞ്ച് മുളയൊക്കെ പറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛമ്മയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അമ്മയ്ക്കാട് കുഴപ്പമൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും ആലോചിക്കുമ്പോ ഒരു വിഷമാണ്. അപ്പൊ അതല്ല എന്താ എരിവാ ഫുള്ള് കണ്ട ഇത്രപ്പാട് മുളക് ഇട്ട മുട്ടേ. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നാളെ കാണാം അല്ലെ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നാളെ നമുക്ക് അതും കൂടി ഫിനിഷ് ആയിട്ട് കാണാം അല്ലേ. ഓക്കെ, നാളെ വരെ ഉണ്ട്. നാളെ വരെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ണുനീര് കണ്ടു അല്ലേ. എന്താ പരിപാടി? തീരുന്നില്ല തലക്കിട്ട്. എല്ലാ ദിവസവും തുണി ഇളക്കല അല്ല. മുഖത്തെന്താ സംഭവം? കസ്തൂരി അല്ലേ.
ഗൈസ് അപ്പം നമ്മളെന്തായാലും താഴത്തെ പെയിനടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇതാ നമ്മളിവിടുത്തെ ഈ റൂമിൻ്റെ ഒരു ഡോറാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ ഈ റൂമുണ്ടോ നമ്മുടെ ദുഗുവിൻ്റെ റൂം എന്ന് പറയുന്ന റൂമാണ്. ആ റൂമിന് ഒരു ഡോറ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് WPCൻ്റെ ഡോറാണ് സംഭവം. നമ്മുടെ WPCൻ്റെ തന്നെ കട്ട്ള കാര്യങ്ങളെല്ലാം അടക്കം വരുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ മുമ്പത്തെ ഡോറ് ഫിറ്റ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ഗ്യാപ്പായിരുന്നു, അതൊക്കെ അവരടച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോറ് ഇവിടെ ഇവരിങ്ങനെ പെയിൻ്റ് അടിച്ച് കണ്ടോ ഇത് വരക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ താഴെയും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ ഞാൻ വെറുതെ അമ്മനെയൊക്കെ അങ്ങനെ പറ്റിച്ചതാണ് ഈ കളർ അടിക്കുന്നതെല്ലാം പറഞ്ഞിട്ട്. ഇത് ഇന്നലെ ഏട്ടൻ ഈ കളറൊക്കെ അടിച്ച് വെച്ചതാണ്. ഇനി ഇതുപോലെ വരയണം കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തേക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇതിങ്ങനെ വരഞ്ഞ് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷ് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ WPC കണ്ടത് WPCൻ്റെ ഡോറാണ്. പൊട്ടിയൊക്കെ ഇട്ട് നല്ല സൈഡൊക്കെ നല്ല എല്ലാം സെറ്റ് ചെയ്തതാണ്. ഈ ഡോറേ ശരിക്കും പറഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ വെക്കാൻ വളരെ നല്ല ഡോറാണ് കേട്ടോ. അതായത് ബാത്റൂം ഡോർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ റൂമുകൾക്കുള്ള ഡോർ ആയിക്കോട്ടെ, കിച്ചൺ ഡോർ ആയിക്കോട്ടെ, അതിനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് WPCൻ്റെയാണ്. മുമ്പ് നമ്മൾ വീടെടുത്ത സമയത്ത് ഞാൻ ഈ പ്ലൈവുഡിൻ്റെ ഈ ഒരു ഡോറാണ് വെച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ വീട് റൂമുകൾക്കെല്ലാം വെക്കുമ്പോൾ ഇങ്ങനത്തെ ഡോർ വെക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഇത് കുത്തിപ്പോവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ കുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. കണ്ട ഹോളുകളായിട്ട് കണ്ട ഇതുപോലെ ഹോളുകളായിട്ട് ഇതിനുള്ളിൽ നിന്നല്ല ഇങ്ങനെ തരി ഇങ്ങനെ വീഴണം. കണ്ട ഇവിടെയൊക്കെ തരി പൊടിയായിട്ട് നമ്മുടെ റൂമുകളിലൊക്കെ നിലത്തൊക്കെ വീണെടുക്കും. ഈ കുത്തിപ്പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡോർ എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. ഇത് വാട്ടർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കിച്ചണിലോ വെള്ളം വീഴുന്ന ബാത്റൂമുകളിലോ റൂമുകളിലൊക്കെ വെക്കാട്ടോ. വിൻഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പം ഇത് ഇവരിവിടെ എല്ലായിടത്തും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ PU പെയിന്റ്, അതെ ഇതൊക്കെ യൂസ് ചെയ്ത് PU പെയിന്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വാട്ടർ പ്രൂഫ് ആയിരിക്കും അല്ലേ? അപ്പം ഒന്നും ആവില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ സംഭവം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ റൂമിന് ഇതാണ് വെക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇനി കട്ടിലൊക്കെ ഇല്ലാത്ത ഏരിയ ആണെങ്കിലും പ്രശ്നമില്ല. കട്ടില വെച്ചതാണെങ്കിലും കുഴപ്പമില്ല, കട്ടിലില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. കട്ടിലടക്കം ഫിറ്റ് ചെയ്ത് തരും. അപ്പം ഇതിൻ്റെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇവർ എല്ലായിടത്തും വന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. ഏത് ഡിസൈനിലും കിട്ടും. നമ്മളതിനകത്ത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതിനകത്ത് കൊടുക്കുക. നമ്മൾ പറയുന്ന ഡിസൈനിൽ സംഭവം സെറ്റ് ചെയ്ത് തരും. ഇത് WPC LMT ഡോറാണ് കേട്ടോ. LMT ഡോറാണ്. ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇവർ എവിടെയായാലും ഫിറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ എല്ലായിടത്തും വന്ന് ഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി ഈ നമ്പറിൽ കേട്ടോ. മോളെ രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞോ? മക്കള് സ്കൂളിൽ പോയി അല്ലേ? ഓട്ടം എന്താക്കി ചായക്ക്? വിശക്കുന്നുണ്ടടി. നീ ഇത് കണ്ട വരക്കുന്ന കണ്ട? ഭയങ്കര ബുദ്ധിയല്ലേ. ഇങ്ങനെയുണ്ട് നൈസല്ലേ ഡിസൈൻ? സെറ്റല്ലേ മകളെ? ചായ ഓ അപ്പൊ നീ എന്നെ വിളിച്ചു കൂവിയതാ വന്ന് ചായ കുടിക്കും പറഞ്ഞിട്ട്. എന്നപ്പോ നിനക്ക് ആക്കി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ? എത്ര നേരം ഞാൻ എഡിറ്റ് ചെയ്യൂലേ? പൂരിയല്ലേ? ഓ പൂരിയല്ലേ? ഭയങ്കര എനിക്ക് ചായ ആക്കിയിട്ടില്ലേ? ആ എന്താണ് എന്താ പരിപാടി? എത്ര പാടാ? നമ്മളെപ്പോഴും വെക്കുന്ന കാര്യം തന്നെ. പാട് ചോറ് നീ എന്നെ ഇങ്ങനെ കളിയാക്കാൻ വന്നേക്കാണ്. നമുക്ക് മനസ്സിലായ കളർ മനസ്സിലായ? എനിക്കിപ്പഴല്ലേ മനസ്സിലായത്. എന്തേ അത് മാറിന്നുള്ളത്? മാറിയാ? ഞാൻ വിചാരിച്ചു ഈ കളർ തന്നെ. എനിക്ക് അന്നേരം ഒട്ടും ഇഷ്ടമല്ല. നെയ്യോട് പറഞ്ഞേ അല്ല എന്ന് പറഞ്ഞു. മോളിലെ ഡോറിനാക്കിയിട്ടുണ്ട്. അത് പോയി കണ്ടോക്ക അപ്പൊ മനസ്സിലാവും. ഡോർ വരക്കുന്നുണ്ട്. എന്നാ ചായ കുടിക്കട്ടെ. ചോറിന് എന്താ കറി ഇവരിലുള്ള ഉണ്ടാക്കുന്നത്? ചോറിന് ചെമ്മീനുണ്ട്, തേങ്ങ കറിയൊക്കെ അയിലുണ്ട്, അയില വറക്കാം. പിന്നെ പച്ചക്കറി തൈരെടുക്കാം. ആഹാ എന്താ അടിപൊളി പൂരിയാ നീ ചുട്ടു വെച്ചിനി. നല്ല എല്ലാം നല്ല പൊന്തി വീർത്തിരിപ്പുണ്ടല്ലോ.
ഞാൻ അങ്ങനെ ലോക്കൽ പൂരി ഒന്നും ഒരു ചുടാറില്ല. പിടുത്തങ്ങ് പിടിക്കാം അല്ലേ? ഞാൻ എപ്പോഴും ചുടുമ്പോ നല്ല അടിപൊളി നല്ല മുട്ട റോസ്റ്റ് പൂരി. ആഹാ, പിന്നെ എന്ത് വേണം? പ്രിയതമേ പ്രിയം വതേ പ്രണയലേഖനം തരൂ മുത്തുമണി. ഞാൻ കഴിക്കട്ടെ ഗൈസ്. വീടിനകത്ത് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം പുറത്തായി. ഞങ്ങൾ ദേ ഇവിടെ ഇരുന്ന് അടുക്കള വെച്ചിരുന്നാണ് ചായ കുടിക്കുന്നത്. ഞാൻ ചായ കുടിച്ചു, എനിക്ക് ചായ കുടിക്കുന്നു. അച്ഛനാ? അമ്മ അച്ഛൻ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നമ്മളെടുത്ത് തിന്നാൻ കയ്യിലെടുത്ത് കഴിയുമ്പോഴേക്കുള്ളൂ വരുത്ത്. അതുകൊണ്ടാണ് ഈ വിളിച്ചിറക്കണത്. അമ്മ ചായ കുടിക്ക്, അച്ഛൻ വരട്ടെ. അച്ഛൻ ചായ കുടിക്കാത്തതുകൊണ്ട് അമ്മ ചായ കുടിക്കാൻ നടക്കാൻ അച്ഛൻ കാണുന്നില്ലേ? ആ അതന്നെ ചോദിക്കേ. എന്നാലെന്താ അമ്മൻ ചായ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാത്തത്? അത് അതുകൊണ്ടല്ല അച്ഛൻ വിഷമിച്ച് ഇവിടെ പോയിരുന്ന്. അച്ഛൻ പറഞ്ഞു ഇവിടെ പൂരില്ലേ ആവശ്യക്കാർക്ക് അന്നേരം വരുമ്പോ ചൂട്ട് കൊടുക്കല. അതങ്ങനെയാണ്, അതല്ല ചൂടോടുകൂടി. ചൂട് അത് ചോദിച്ചാൽ തന്നാ പോരെ. അപ്പൊ നോക്കുമ്പോ പൂരി ഇട്ടിട്ടോ ഞാൻ എന്റെ പണിക്ക് പോയി. ചൂടോടുകൂടി പൂരി ചുട്ടോട്ടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച അമ്മ. എന്നെങ്കിൽ നാളെ മുതൽക്ക് അമ്മ ഉണ്ടാക്ക. പൂരി ചുട്ടങ്ങ് രാവിലെ വെക്കുക, എന്നിട്ട് തണുത്ത പൂരി അങ്ങ് കൊടുക്കുക. പല്ലും കൂടി ഇല്ലാത്ത അച്ഛനെ അത് കടിച്ചു പറിക്കിട്ട്. അല്ലാണ്ട് എന്താ പറയണ്ടേ ഗൈസ്? ഇവിടുത്തെ ഓരോരോ ബഹളങ്ങളാണ് ഗൈസ്. ഇത് രാവിലെ ചായ കുടിക്കാത്ത ചുടുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതിലെ പോയിട്ടില്ല, വരാനുണ്ട്. എനിക്ക് മനസ്സിലായി എന്നോട് കിടപ്പേണ്ട പൂരടിയില്ല. ഞാൻ നോക്കി ഇറങ്ങാൻ എടുത്തേനു. അതൊക്കെ പൂരി വിട്ടിട്ടോ ആരെ കൊണ്ട് അത് പോയിട്ട് വരാം. എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ തൽക്കാലം അച്ഛൻ ആ പ്രതിഷേധത്തിന്റെ പുറത്ത് മതിലുമ്പോ ചാരിരുന്ന് പൂരി കഴിക്കണ്. അപ്പൊ അമ്മ ഇവിടെ ഇരുന്ന് പൂരി കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആക്ക്, നിങ്ങൾ ഭയങ്കര പാടായി. നോക്ക്. തീർന്ന കറി അടുപ്പത്തേച്ചതായിരുന്നു. കാരണം ചൂടായിട്ട് പോലില്ല, അപ്പോഴേക്ക് തീർന്നു. വെരി ഗുഡ്. ഗ്യാസ് ഉണ്ടാ? വേറെ ഉണ്ടാ? ദൈവം ഇപ്പൊ ഓടേണ്ടി വരുമോ? എന്തായാലും ഗ്യാസ് ഇല്ലേ? ഉണ്ടാ? ഓ ഭാഗ്യം തന്നെ, ഗ്യാസ് ഉണ്ട് വരും ഗൈസ്. ഇതിന്റെ കുത്തിറങ്ങി പണിയാണല്ലോ അല്ലേ ഇനി? പഠിച്ചാ? ഓ ഭാഗ്യം തന്നെ. എന്നപ്പൊ ഞാൻ ഇവിടെ കണ്ടല്ല. എന്നപ്പൊ ഞാൻ ഇവിടെ കണ്ടല്ല. അതല്ലേ മറ്റേ ശരിയാ. ആരുമില്ലാത്ത നികിക്ക് ആരെങ്കിലും ഉണ്ടാവട്ടെ ദൈവമേ. ആരുമില്ലാത്തവരായി ആരും ഉണ്ടാകരുത് ഈ ലോകത്തിൽ നിന്നല്ലേ. അപ്പൊ നിനക്കും ആരെങ്കിലും ഉണ്ടാവടി. നീ അല്ല പറഞ്ഞ ആരും ഇല്ലെങ്കിൽ പിന്നെ താങ്ങാനാണല്ലോ. അങ്ങനെ ആയിട്ട് തരണ വലിയ ആളായിട്ട്. അത് കറക്റ്റാക്ക്. എടേ ഗ്യാസാന്ന്, തമാശം കളിയല്ല. ആവും തൈങ്ങ് മാറ്. പൊക്കിയോക്ക് വെറുതെ പൊക്കിയോക്ക് മുകളിലോട്ട്. അങ്ങനെ പൊക്കിയോക്ക് മുകളിലോട്ട്. അങ്ങനെ പോരിപ്പോരണ്ടി ലോക്കായിട്ടില്ല. മുകളിലോക്ക്. ഓക്കെയാ? മനുഷ്യന്മാരെ വെറുതെ പേടിപ്പിക്കുന്നതല്ല, സീരിയസ് ആയിട്ട്. ഞാൻ നോക്കട്ടെ ഗൈസ്. നീ എന്തുവാടി വേമെന്ന് കലണ്ടർ നോക്കുന്നേ? ഗ്യാസിന്റെ എഴുതിരാണ്? അതെന്തിനാ? ഒക്ടോബർ 19-ാം തീയതിയാണ് ഗ്യാസ് വെച്ചത്. കണക്കൂട്ടണ്ടേ നമ്മളെ ഒരു ദിവസം. അതെല്ലാം ഒരു നല്ല കുടുംബിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്ക്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഗ്യാസിലല്ലാണ്ട് വേറൊരു വസ്തു വേറെ എവിടെ വെക്കുന്നില്ലല്ലോ? പിന്നെന്താ? നവംബർ 19 വന്നപ്പോ ഒരു മാസമായില്ലേ അല്ലേ? നവംബർ 19. ഒക്ടോബർ 9 വെച്ച ഗ്യാസ് ഡിസംബർ 1. ഡിസംബർ 2. അപ്പൊ ഒരു മാസവും സ്റ്റാർട്ടിങ്. അപ്പൊ ഒരു മാസവും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ദിവസവും കിട്ടി. ഒരു മാസവും 11 ദിവസവും കിട്ടിയിട്ടുള്ളു ഗ്യാസ്. 19, 1, 2, 3 എന്നെന്താ കറക്റ്റാണ് ഗൈസ്? നിങ്ങളുടെയൊക്കെ വീട്ടില് ഗ്യാസ് എത്ര ദിവസം കിട്ടാറുണ്ട്? ഇപ്പൊ നിങ്ങൾ അടപ്പി കത്തിക്കല്ലോ, ഫുൾ ടൈം ഗ്യാസിലല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാണ് എഴുതി വെക്കുന്നത്? എഴുതി വെക്കാനാണ് സങ്കടം വരിക. എഴുതി വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും അടപ്പി കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാണ്ട് കുഴപ്പമില്ല. അടപ്പി കത്തിക്കൽ കൂട്ടാന്നിരിക്കും. ഇപ്പൊ ഇതില്ലല്ല, വേറെ വിഷയമൊന്നുമില്ല. നീ നിന്റെ കലണ്ടർ കൊണ്ടുപോകും.
ഗൈസ് ഞങ്ങൾ അങ്ങനെ നേരെ അവിടുന്ന് ചാടി നേരെ ഇവിടെ. നിക്കിന്റെ വീട്ടിലോട്ട് പോന്ന്. ഇവിടെ വന്ന അവിടെ ദേ ഒരുത്തി ഇവിടെ ഞം അടിക്കുന്നുണ്ട് ഗൈസ്. എന്തുവാടി ഇതെന്താ? കാട ഫ്രൈയും ചപ്പാത്തിയും. എന്റെ അമ്മേ മറ്റേ എന്നാണ് അരക്കാടാന്ന് പറയില്ല ഇതാണ് 1000 കോഴിക്കരക്കാണ്. അങ്ങനെ എന്തോ പറയാറില്ലേ എന്റെ വിപിനെ ഞാൻ 2 നോവൽ എഴുതിയിട്ടാണ് തിന്നുന്നത്. നോവൽ എഴുതിയിട്ട് തിന്നിട്ടിരിക്കണം. അതെ ഇതില് യാതൊരുവിധ പ്രമോഷനും ചെയ്യൂല. അതെ. അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. നിക്കിയുടെ ഒരു പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതിനു വേണ്ടി വന്നതാണ്. വിപിനെ കൊണ്ടാ ചെയ്യിക്കുന്നത് ഇന്ന് പ്രൊമോഷൻ അല്ലേ? അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വന്നതാ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്തായാലും അടുത്ത വ്ളോഗിൽ പറയാം അല്ലേ? അടുത്ത വ്ളോഗിൽ അത് പറയാം നമുക്ക്. അപ്പോ അതെന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ ഉണ്ടാവും ഗൈസ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അത് എന്തായാലും അടുത്ത വ്ളോഗിൽ ഉണ്ടാവും. പിന്നെ വിപിനെ ബേൻ നോക്ക് നമുക്ക് മതി. ബാക്കി പിന്നെ തിന്നാ വാങ്ങി വെച്ചത് അല്ലെങ്കിൽ വിന്തമില്ല. അതെയാ എന്നാ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മളെന്നാ വീഡിയോ എടുക്കട്ടെ. എന്തായാലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? പറയാനുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിന്തമ്മ ഇവിടെ മീൻ മുറിക്കുന്നുണ്ട്. മത്തിയാണ് മത്തി. നല്ല ചാള ആന്റേടെ കൊണ്ട് നടി പിന്നെ ആന്റേടെ കൊണ്ടുവന്ന ഫ്രഷ് മത്തി കേട്ടാ. അപ്പൊ ഇത് മുറിച്ചിട്ട് വിന്തമ്മ പൊള്ളിക്കാൻ വേണ്ടി പോയിണ് അല്ലെ വിന്തമ്മ? ചെറുങ്ങനെ അങ്ങനെ ആക്കാൻ പോകുന്നല്ലേ? ഇടിച്ച് തിളപ്പിക്കാനാ പോകുന്നേ? പൊള്ളിക്കാൻ സമയം കുറെ ലേറ്റ് ആയി. അപ്പൊ ഇവര് ഇതൊക്കെ ആക്കി നോക്കട്ടെ. രാത്രി വന്നിട്ട് നമുക്ക് കഴിക്കാം. വിന്തമ്മ ഇത് ആക്കി നോക്ക്. ഇപ്പൊ നമുക്ക് ദുഗുവിന്റെ മീറ്റിങ്ങിന് പോകണം. ദുഗുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ പോട്ടേട്ടാ മക്കളെ. അപ്പൊ തൊടണ്ട, അത് അടിച്ചിട്ട് കഴിക്കെല്ലാം ആവും. ആയാ എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടപ്പോ പെയിന്റ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ല? ഇപ്പൊ കാണിച്ചു തരാം ഗൈസ്. ഇതിന്റെ ഫുൾ ഫിനിഷ് ആയിട്ടില്ല. പക്ഷെ ഫിനിഷ് ആവണമെങ്കിൽ ഇനി 2 ദിവസം പിടിക്കും. അപ്പൊ ഞാൻ തൽക്കാലം ആയിടത്തോളം വരെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ വലിച്ചുവരെ ഇട്ടേക്കണ്ട, കാരണം ഇത് ഇങ്ങനെ ഇട്ടതാണ്. എന്നാലും ആയത് ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഇതിന്റെ ഭംഗി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് അടുപ്പിക്കല്ലേ വരട്ടെ കൊണ്ട്. അതെ കണ്ട നോക്കിയേ. ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതന്നെ. ഇതാ പോളിഷ് ചെയ്ത് നമ്മൾ വരക്കുന്നില്ലേ, അതുപോലെ വുഡാക്കി വരച്ച്. മുമ്പത്തെ നമ്മുടെ പച്ച കളറിലുണ്ടായത് അത് മാറി ഇപ്പൊ ഈ ലെവലിലേക്ക് മാറി. ഇതിപ്പോ ഇങ്ങോട്ടൊക്കെ വരക്കണം, ഇവിടെയൊക്കെ വരക്കണം. ഇതൊക്കെ വരച്ച് കഴിയുമ്പോ ഞാൻ പിന്നെ ഒരു വ്ളോഗില് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഇട്ട് തൽക്കാലം ഈ ലെവലിലേക്ക് വരച്ചിട്ടുണ്ട്. കണ്ട എന്ത് രസം നോക്കി കാണാൻ. ഇതുപോലെ വീട്ടിൽ കൂടിയാല് നമ്മുടെ ഹൗസ് വാമിങ് സത്യം പറഞ്ഞ കഴിഞ്ഞ സമയം തൊട്ടേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വരക്കണം. സത്യം പറഞ്ഞ ഇതൊരു പണി തീരാത്ത വീടാ. അത്രേ പറയാനുള്ളൂ. പക്ഷെ വീട് കുറച്ചെടുത്ത് മനുഷ്യന്മാർക്ക് തലക്ക് വീട് വൃത്തിയാക്കി തലക്ക്. നീ എന്ത് വൃത്തിയാക്കി? നീ പണിക്ക് വന്നിട്ട് വൃത്തിയാക്കണ്ടേ? ആര് വൃത്തിയാക്കി? ഇന്നലെ ഫുള്ള് ആര് വൃത്തിയാക്കി? എന്റെ വായന കേട്ടാലില്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കും. ഇതൊക്കെ ഗൈസ്, ഇതൊക്കെ എന്റേതായ ആഗ്രഹങ്ങളോട് ഞാൻ ചെയ്യുന്നതാണ്. ഇതൊന്നും ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കി. ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും ചെയ്യും. അത് വൃത്തിയാക്കണമെങ്കിൽ ഞാൻ തന്നെ വൃത്തിയായിക്കോളും. ആർക്കും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അതിനകത്ത് ഒന്നിലും കൂട്ടുന്നില്ല. കേട്ടോ? നിക്കുന്നവർക്ക് നിക്കാം, നിക്കാത്തവർക്ക് നിക്കാതിരിക്കാം. ആർക്കും പരാതിയില്ല. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറ, അതെല്ലാം പൊട്ടും. സംഭവം കണ്ട ചെയ്തിട്ട് നല്ല അതിന്റെ ആ ഒരു ശരിക്കൊരു മരം ആണെന്നേ പറയുള്ളൂ. ഇതിപ്പോ ഇനി ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞാല് എന്റെ ഭംഗി കിട്ടുള്ളൂ. ഫുള്ളായിട്ട് ചെയ്യണം. ഇപ്പൊ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പുറം ഭാഗം ചെയ്തിട്ടില്ല. കണ്ട ഇവിടെ ചെയ്യണത്ര. ഇനിയിപ്പോ ഇത് നാളെ വരക്കണത്ര. വരച്ചു കഴിയുമ്പോ അതുപോലെ തന്നെയാവും. വരച്ച ഭാഗം മാത്രമാണ് ഇങ്ങനെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ട് ഞാനൊരു വീഡിയോയില് നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. തൽക്കാലം ഞങ്ങളിത് ഇപ്പൊ ഇന്റർവ്യൂവിനെ കൊണ്ടൊക്കെ സ്കേറ്റിങ്ങിന് പോയി വീണ്ടും എത്തി. ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മുകളിലെ ഡോറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഡോറുള്ളിടത്ത് ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഉള്ളപ്പോൾ ഇത് ഫിറ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അതെ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഡോറ്. ഇനി ഇത് കട്ടിലൊക്കെ ഫിറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നീട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അത് അടുത്തൊരു വ്ളോഗിൽ എപ്പോഴെങ്കിലായിട്ട് കാണിക്കാം. കണ്ടോ കട്ടിലയും ഒക്കെ നല്ല സെറ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് ഫിറ്റ് ആക്കിയതിന് ശേഷം കാണിക്കാം. അപ്പൊ എന്തായാലും ഇതൊക്കെ കംപ്ലീറ്റ് വരച്ചിട്ട് ഈ ഒരു വ്ളോഗിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ എന്തായാലും തൽക്കാലം ഈ വ്ളോഗ് കൊണ്ട് വൈൻഡപ്പ് പഠിച്ചാലോ? ഓക്കെ ഗൈസ്. അപ്പൊ എന്നാ പിന്നെ നമ്മള് ഒന്ന് വിശക്കുന്നുണ്ട് നല്ലോണം, എന്തായാലും കഴിക്കട്ടെ. തൽക്കാലം ഈ വ്ളോഗും വൈൻഡപ്പ് പഠിക്കുന്നു. ടാറ്റ. ക്യാമറയുടെ ബാക്കിൽ നിന്ന് സജ്ജുമോൻ ടാറ്റ. വേണ്ട, ഞാൻ നിന്നോട് വഴക്കാം. ടാറ്റ. ഓക്കെ.